إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد أن لا إله إلا الله وحده لا شريك له واشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് കൊണ്ട് മാത്രമാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ തൗഫീഖോട് കൂടി തന്നെ നാളെ റബ്ബിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം റബ്ബ് നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മാസം സ്കൂളുകളിലൊക്കെ ഏറെ ആഘോഷത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആഘോഷിച്ചിട്ടുള്ളതാണ് മക്കൾക്കായിട്ട് നമ്മൾ ശിശുദിനം എന്ന പേരിൽ. ഇസ്ലാം യഥാർത്ഥത്തിൽ ശിശുദിനം അല്ലെങ്കിൽ മക്കൾക്ക് പ്രത്യേകം ഒരു ദിവസത്തെ നിർണയിക്കുകയല്ല ചെയ്തത്. മറിച്ച് ജനനം മുതൽ മരണം വരെ ആ കുട്ടിയുടെ ദിവസം തീരുമാനിക്കുന്നതും ആ കുട്ടിയുടെ സന്തോഷം തീരുമാനിക്കുന്നതും സങ്കടം തീരുമാനിക്കുന്നതും ആ കുട്ടിയെ നേരായ ചൊവ്വായ പാതയിലേക്ക് നയിക്കേണ്ടതും നമസ്കാരം മുറ പോലെ നിർവഹിക്കാൻ കൽപ്പിക്കേണ്ടതും തിന്മയിൽ നിന്ന് അകന്നു നിന്നുകൊണ്ട് നന്മയുടെ പാതയിലേക്ക്
അതിന് വെള്ളി വെളിച്ചമായിക്കൊണ്ട് നിൽക്കേണ്ടതും മാതാപിതാക്കളാണെന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മളെല്ലാവരും. നാം ഇന്ന് ജീവിക്കുന്ന കാലഘട്ടം, സമയം, കാലം എന്ന് പറയുന്നത് കരുത്തുള്ള വിശ്വാസവും കാതലുള്ള വിദ്യാർത്ഥിത്വവും അതുപോലെ തന്നെ സ്നേഹവും അനുകമ്പയും കാരുണ്യവുമുള്ള മക്കൾ ഉണ്ടാകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ കലാലയങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ കലാലയങ്ങളിൽ നിന്ന് കലയല്ല യഥാർത്ഥത്തിൽ അഭ്യസിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അത് കലാലയങ്ങളിൽ നിന്നും മനുഷ്യരെ കൊല്ലുന്ന ആലയങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കലാലയങ്ങൾ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അനീതിയുടെയും അന്യായത്തിന്റെയും ദൈവനിഷേധത്തിന്റെയും ഈറ്റില്ലങ്ങളായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്റെ മുന്നിൽ നിന്ന് എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മുസ്ലിമും ഇതിലധിക പേരും ഒന്നോ രണ്ടോ കുട്ടികളുടെ മാതാപിതാക്കളായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും മേലുള്ള കടമ എന്ന് പറയുന്നത് ചെറുതല്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും നമ്മളെ എങ്ങനെയാണോ നോക്കിയത്, എത്ര സുരക്ഷിതമായിക്കൊണ്ടാണോ ഇന്ന് നമ്മൾ ഈ ദീനിൽ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നത്, അതുപോലെ നമ്മൾക്ക് നമ്മളെ മക്കളെ വളർത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടതുണ്ട്. കാരണം ധാർമ്മികതയിൽ നിന്നും അധാർമികതയിലേക്ക് യുവജനത്തെ അല്ലെങ്കിൽ കുട്ടികളെ നയിക്കാൻ, അധർമ്മത്തിന്റെ അന്ധകാലത്തിലേക്ക് അവരെങ്ങനെ കൈപിടിച്ചു കൊണ്ടുപോകാൻ, അതിനാണ് നാളുകൾ കൂടുതലുള്ളത് എന്നുള്ളതാണ്. ഇവിടെ എന്റെയും നിങ്ങളുടെയും കടമ ഏറെ വലുതാണ്. കാരണം അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. ഭരണാധികാരി തന്റെ കീഴിലുള്ള പ്രജകളെ കുറിച്ച് ചോദിക്കപ്പെടും. 4 മക്കളുള്ളവൻ ഓരോ മക്കളെയും കുറിച്ച് ചോദിക്കപ്പെടും. എങ്ങനെയാണ് തന്റെ മകന്, തന്റെ മകൾക്ക് നീ ഭക്ഷണം കൊടുത്തതെന്നോ, എത്ര വസ്ത്രം വാങ്ങിക്കൊടുത്തെന്നോ, എത്രയാണ് നീ അവർക്ക് അല്ലെങ്കിൽ അന്നപാനീയങ്ങൾ നൽകിയതെന്നോ എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുക. അതിന് പകരം എങ്ങനെയാണ് നൽകിയത് എന്നുള്ളതാണ്. ഏത് ധനം ഉപയോഗിച്ചുകൊണ്ടാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. നിന്റെ മക്കൾക്ക് നീ എന്തുമാത്രം മാതൃകയായിട്ടുണ്ട് എന്ന ചോദ്യമാണ് യഥാർത്ഥത്തിൽ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരോടും ചോദിക്കാൻ പോകുന്നത്. കാരണം മക്കൾ എന്ന് പറയുന്ന ഒരു നിധിയാണ്. അത് റബ്ബ് സുബ്ഹാനഹു വ തആല കനിഞ്ഞു നൽകേണ്ട ഒരു വരദാനമാണ് അല്ലെങ്കിൽ സമ്മാനമാണ് യഥാർത്ഥത്തിൽ മക്കൾ. അങ്ങനെ കിട്ടുന്ന മക്കളെ നമ്മൾ യഥാർത്ഥത്തിൽ ദീനിന്റെ മാർഗത്തിൽ നടക്കാൻ നമ്മൾ അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം. നമ്മൾ അവർക്ക് മാതാപിതാക്കളായ നമ്മൾ അവർക്ക് എന്തുമാത്രം മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് സൂറത്ത് ലുഖ്മാൻ 31-ാം അധ്യായത്തിലൂടെ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുക്കുന്ന ഉദാഹരണത്തിലൂടെയാണ് ഖുർആൻ നമ്മൾക്കത് പറഞ്ഞു തരുന്നത്. വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅ്മുഹു യാ ബുനയ്യ. തന്റെ മകനെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ എന്ന് വിളിച്ചുകൊണ്ടാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് വഹുവ യഅ്മുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഒന്നാമതായി കൊണ്ട് കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിൽ ശിർക്കുൽ അസ്ഗറും ശിർക്കുൽ അക്ബറും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. നീ അല്ലാഹുവിൽ ഒരിക്കലും പങ്കു ചേർത്തുകൂടാ എന്നുള്ളതാണ് ഒന്നാമതായി കൊണ്ട് കൊടുക്കുന്ന മറുപടി. ഉപദേശം എന്ന് പറയുന്നത് ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. കാരണം അത് അത്രയും വലിയ പാപമാണെന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനെ പഠിപ്പിക്കുകയാണ്. പക്ഷേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ശിർക്കുൽ അക്ബറിനെ പോലെ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അസ്ഗർ കൂടിയാണ്. ആത്മാർത്ഥതയില്ലാത്ത, ആത്മാവില്ലാത്ത പ്രവർത്തനങ്ങളാണ്. നമ്മൾ നമ്മളിലേക്ക് തന്നെ കണ്ണോടിച്ചു നോക്കിയാൽ നിർബന്ധിതവശാൽ മാത്രം ചെയ്യേണ്ടി വരുന്ന ഒരുപാട് അമലുകളുടെ കൂമ്പാരങ്ങൾ നമ്മുടെ തലയ്ക്ക് മുകളിലുള്ളത് കൊണ്ടായിരിക്കണം ഒരുപക്ഷെ നമ്മൾ പള്ളിയിലേക്ക് കയറി വരുന്നതും ഇന്നിവിടെ ഖുതുബ കേൾക്കുന്നതും 5 വക്ത് നമസ്കരിക്കുന്നത് പോലും മനസ്സറിഞ്ഞുകൊണ്ട് എന്നാണോ നമ്മൾ ഒരു വക്ത് നമസ്കരിക്കുന്നത് അന്നാണ് നമ്മൾക്ക് അതിന്റെ കൂലി ലഭിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ശിർക്കുൽ അസ്ഗറിനെ ആരും കാണാൻ വേണ്ടിയിട്ടില്ല, റബ്ബിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് എന്നാണോ നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് അതിന്റെ പിറ്റേന്നാണ് നമ്മുടെ മക്കളും അപ്രകാരം പ്രവർത്തിക്കുക എന്നുള്ളതാണ്.
കാരണം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയ പാഠം ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗറു. എന്റെ സമുദായമേ, ഞാൻ നിങ്ങളോട് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെറിയ ശിർക്കാണ്, റിയാ ആണ്. ഖാലു വമ അശ്ശിർകുൽ അസ്ഗർ യാ റസൂലല്ലാഹ്, അല്ലാഹു റസൂൽ എന്താണ് ഈ ശിർകുൽ അസ്ഗർ എന്ന് താങ്കൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഖാലു റിയാഉ, ആളുകളെ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കലാണ്. അവന്റെ നമസ്കാരമാകട്ടെ, ദാനധർമ്മങ്ങളാകട്ടെ, അവനവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ ഏതൊന്നാകട്ടെ, അതൊക്കെ ഇന്ന ആളുകൾ കാണണമെന്ന ചിന്തയോടുകൂടി ചെയ്യുന്ന ഒരു സമുദായം, ഒരു സമൂഹം, അല്ലെങ്കിൽ ആ ചിന്ത കടന്നു വരുന്നത് നിങ്ങളിൽ അധികമായിരിക്കും. ഇന്ന അഖ്വഫ മാ അഖാഫു അലൈക്കും അശ്ശിർകുൽ അസ്ഗറു, അതാണ് ഞാൻ നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത്. യഖൂലുല്ലാഹു അസ്സ വജല്ല യൗമൽ ഖിയാമത്തി, എന്നിട്ട് ഒരുപാട് അമരഗുണമായി കൊണ്ടുവരുന്ന ഒരു മനുഷ്യന്റെ ഉപമ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അവൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക് വരികയും ആ സമയത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയും, ഇദ്ഹബൂ ഇലല്ലദീന കുൻതും തുറാഊന ഫി ദുനിയ, നിങ്ങൾ ദുനിയാവിൽ ആരാണോ കാണണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചത് അവരുടെ അടുക്കലേക്ക് നിങ്ങൾക്ക് ഈ അമലുകളെ കൊണ്ടുപോകാം. ഫൻദുറൂ ഹൽ തജിദൂന ഇൻദഹും ജസാഅ, എന്നിട്ട് നിങ്ങൾ ചെയ്ത ഓരോ പ്രവർത്തനത്തിനും പ്രതിഫലം നൽകാൻ അവർ തയ്യാറാണെങ്കിൽ ആ പ്രതിഫലം വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു വരാം. ഞാൻ എന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടല്ലോ നിങ്ങൾ പ്രവർത്തിച്ചതെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പറയുമെന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഈ പാഠമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു നൽകേണ്ടത്. ഉമ്മയെ കാണാനോ ഉപ്പയെ കാണാനോ അല്ലെങ്കിൽ ഉസ്താദുമാരെ കാണാനോ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ കാണിക്കാൻ വേണ്ടി ജീവിതത്തിൽ ഒരു സൽക്കർമ്മവും പ്രവർത്തിക്കാൻ നമ്മുടെ മക്കൾ നമ്മൾ പ്രേരിപ്പിക്കരുത്. പകരം റബ്ബിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് കാംക്ഷിച്ചുകൊണ്ട് ആര് കാണുന്നില്ലെങ്കിലും എന്റെ റബ്ബെന്നെ കാണുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഉപദേശമാണ് നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ മനസ്സിലാക്കേണ്ടത്. കാരണം അങ്ങനെ ശിർക്കെങ്ങാനും ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഏതുപോലെ അശ്ശിർകു അഖ്ഫാ മിൻ ഉമ്മത്തി മിൻ ദബീബിൻ നംലി അല സുമ്മായി ഫീ ലൈലത്തി ളൽമാ, രാത്രിയുടെ കൂരാകൂരിരുട്ടിൽ ഒരു കറുത്ത പാറയിലൂടെ എങ്ങനെയാണോ ഉറുമ്പരിക്കുന്നത് അതുപോലെ ശിർക്ക് പിന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ ആലോചിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതൊന്നും മക്കൾ കേൾക്കാത്തത്? കാരണം ഒന്നാമതായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല വച്ച ശർത്തിൽ അവര് മുഴുവനായിക്കൊണ്ട് അപ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ്. റബ്ബിനോട് തന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന തന്റെ ജീവിതത്തിൽ എല്ലാ നിഅമത്തുകളും നൽകിയിട്ടുള്ള റബ്ബിനോട് കൂറില്ലാത്ത ഒരു മകൾ എങ്ങനെയാണ് മാതാപിതാക്കളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അങ്ങനെ മാതാപിതാക്കളോട് പിന്നീട് കരുണ കാണിക്കണം എന്നുള്ളതാണ്. ഇനിയോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന, തന്റെ മകന് കൊടുക്കുന്ന മറുപടി, അടുത്ത ഉപദേശം എന്താണെന്ന് വെച്ചാൽ യാ ബുനയ്യ ഇന്നഹാ ഇൻ തകും മിത്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുകുമണിയോളം പോകുന്ന ഒരു കാര്യമാണെങ്കിൽ കൂടി നീ റബ്ബ് കാണില്ലല്ലോ, ആരും കാണുന്നില്ലല്ലോ എന്നുള്ള ബോധ്യത്തോടു കൂടി നീ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോകരുത് പൊന്നുമോനെ. അത് നീ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ അടിയിലാണെങ്കിൽ കൊണ്ടുപോയി വെച്ചതെങ്കിലും റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ബോധ്യമാണ് അദ്ദേഹം പിന്നീട് തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്നത്. അഥവാ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ വരാതിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ സുബഹിന്റെ ജമാഅത്തിന് നമ്മുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ പോയിട്ടില്ലെങ്കിൽ മക്കളാകുന്നതോടുകൂടി നമ്മൾ നമ്മുടെ മക്കളെയും കൂട്ടി പള്ളിയിലേക്ക് വരാൻ നമ്മൾ തയ്യാറാകണം എന്നുള്ളതാണ്. മക്കളെയും കൂട്ടി നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ്. കാരണം ഒരാളെങ്ങാനും ഇതാ ശാബ അലാ ശൈഇൻ ശബ്ബ അലൈഹി എന്ന് അറബിയിൽ സാധാരണ പറയാറുണ്ട്. ചെറുപ്പത്തിലുള്ള ശീലം ചൊട്ടയിലുള്ള ശീലം ചുടല വരെ എന്ന് പറയാറുണ്ട്. അങ്ങനെ ചെറുപ്പത്തിലെ മക്കൾക്ക് നമ്മൾ ആ ശീലം ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുറൂസ് ബിയാനകും ബിസ്വലാത്തി വഹും ബിസബഇൻ, 7 വയസ്സാകുന്ന സമയത്ത് നിങ്ങളുടെ മക്കളോട് നമസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് പറയണമെങ്കിൽ 7 വയസ്സ് വരെ നമ്മൾ നമ്മുടെ മക്കൾക്ക് മാതൃകയായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ മാതൃകയായിട്ടില്ലെങ്കിലാണ് ആ മക്കൾ 7 വയസ്സാകുന്നതോടുകൂടി നമസ്കരിക്കാൻ തയ്യാറാകാതിരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നീ നമസ്കാരം മുള പോലെ നിർവഹിക്കണമെന്നും പിന്നീട് അദ്ദേഹത്തിന്റെ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളോട് ചെറുപ്പത്തിലെ നമ്മൾ അവർക്ക് മാതൃകയായിക്കൊണ്ട് പള്ളിയിലേക്ക് വരികയും സൽക്കർമ്മങ്ങളിൽ അവരെയും കൂടെ കൂട്ടുകയും ചെയ്യണം. അങ്ങനെ അവരെ ദീനിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ കൊണ്ട് സാധിക്കണം.
അങ്ങനെ സ്വാലിഹായ മക്കളായി കൊണ്ട് വളർത്താനുള്ള തൗഫീഖും നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കിക്കൊണ്ട് നമ്മുടെ ഓരോ മക്കളെയും റബ്ബ് സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഉസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സലഫുകളായ ആളുകൾ പറഞ്ഞു വെക്കുന്നത് പ്രകാരമാണ്, 7 വയസ്സ് വരെ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂടെ കളിക്കണം. പിന്നീടുള്ള 7 വയസ്സ് അവർക്ക് നിങ്ങൾ അദബ്, സംസ്കാരം എന്താണ്, സ്വഭാവം എന്താണ്, സൽസ്വഭാവം എന്താണെന്ന് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നീട് 21 വയസ്സാകുന്നത് വരെ മക്കളെ നിങ്ങൾ നിരീക്ഷിക്കണം. അവരുടെ കൂട്ടുകെട്ടാരാണ്, ആരുടെ കൂടെയാണ് മക്കൾ നടക്കുന്നത്, എന്താണ് അവന്റെ പെരുമാറ്റം, സ്വഭാവം എന്ന് നിങ്ങൾ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് നിങ്ങൾ മക്കൾക്ക് ഉപദേശം നൽകുകയും ചെയ്യണം. എന്നിട്ട് നല്ല രീതിയിലാണ്, ചൊവ്വായ പാതയിലാണ് തന്റെ മകൻ നടക്കുന്നതെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നീട് അവന്റെ കടിഞ്ഞാണ് അവന്റെ കയ്യിൽ തന്നെ കൊടുത്തുകൊള്ളുക എന്നുള്ളതാണ് സലഫുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കൾക്ക് നല്ല തർബിയത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. എപ്രകാരം എന്ന് വെച്ചാൽ സലഫുകൾ പറയുന്നത് ഇപ്രകാരമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നിന്റെ മക്കൾ നന്നാവണം എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം നീ സ്വയം നന്നാവണം. കാരണം അവരുടെ കണ്ണുകള് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. നല്ലതെന്ന് പറയുന്നത് എന്തോ അത് നീ പ്രവർത്തിച്ചതാണ്. മോശം, നീചം, തിന്മ എന്ന് പറയുന്നത് നീ നിന്റെ ജീവിതത്തിൽ വെടിഞ്ഞ കാര്യങ്ങളുമാണെന്ന് സലഫുകൾ അബീ സുഫിയാൻ റഹിമഹുല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കളെ നല്ല തർബിയത്തോടു കൂടി വളർത്താൻ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളർത്താൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അവരുമായിട്ട് ഇടപഴകാൻ, അവരുമായിട്ട് സംസാരിക്കാൻ, അവരുമായിട്ട് കുറച്ചു നേരം സമയം ചെലവഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അങ്ങനെ നല്ല മാതാപിതാക്കളായിക്കൊണ്ട്, നല്ല മക്കളായിക്കൊണ്ട് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാദാ, വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരുപാട് തിന്മകളും നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് റബ്ബേ ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളായിക്കൊണ്ട് വളർത്തുവാൻ നാളെ ഞങ്ങൾക്ക് നിന്റെ കോടതിയിൽ ഉപകരിക്കുന്ന മക്കളാക്കിക്കൊണ്ട് ഞങ്ങളെ മക്കളെ മാറ്റി തീർക്കുകയും ചെയ്യണമേ റബ്ബേ. നാദാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾ, നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെയൊക്കെ ഖബർ നീ വിശാലമാക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് കൂട്ടണമേ റബ്ബേ. നാദാ, ഞങ്ങളിൽ നിന്ന് മാറാ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങൾ റബ്ബേ, അവരുടെ മാറാ രോഗങ്ങൾക്ക് നീ എത്രയും പെട്ടെന്ന് ശിഫ നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. റബ്ബേ, ഞങ്ങളുടെ സമ്പത്തിൽ, ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ശരീരത്തിൽ നീ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണമേ നാദാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم واجرنا من النار، اللهم واجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم الراحمين.